ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ആപ്ലിക്കേഷൻ ഓഫ് ദ ക്യൂട്ടി ഇൻ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഏരിയാസ് ഉണ്ട്, അതായത് ബിസിനസ്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ക്യൂട്ടിക്ക് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ എഴുതേണ്ട ആൻസേഴ്സും കൂടിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് ഓരോന്ന് എന്താണെന്ന്. ഫസ്റ്റ്, പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ മുമ്പിലുണ്ടാകുന്ന പല ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ക്യൂട്ടി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ നോക്കുക എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് മുന്നിലുള്ളത് എന്ന്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഒപ്റ്റിമം സൈസ് ഓഫ് ദി പ്രൊഡക്ഷൻ പ്ലാൻ? നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാന്റിൻ്റെ ഒപ്റ്റിമം സൈസ് എത്രയായിരിക്കണം? അതേപോലെ വിച്ച് ഇസ് ദ മോസ്റ്റ് ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ദ പ്രപ്പോസ്ഡ് പ്ലാൻ? നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആ പ്ലാന്റിൻ്റെ ഐഡിയൽ ലൊക്കേഷൻ, അതിനൊരു കറക്റ്റ് ലൊക്കേഷൻ വേണം, അത് എവിടെ ആയിരിക്കണം? പിന്നെന്താണ്, ഹൗ ടു യൂട്ടിലൈസ് ദ അവൈലബിൾ പ്ലാന്റ് കപ്പാസിറ്റി ആൻഡ് അതർ ഇൻപുട്ട് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ സോ ആസ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ ചെയ്യണം, നമ്മുടെ പ്ലാന്റ് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യണം, അതേപോലെ എന്തൊക്കെ ഇൻപുട്ട് ഫാക്ടേഴ്സ് യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ നമ്മുടെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് ക്യൂട്ടി യൂസ് ചെയ്യാം. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്, പർച്ചേസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻവെൻട്രി ഡിസിഷൻ. നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന സ്റ്റോക്കിൻ്റെ മെയിൻറ്റെയിനിങ് ആണ് ഇവിടെ പറയുന്നത്. അതായത് റോ മെറ്റീരിയൽസിൻ്റെ മെയിൻറ്റെയിനിങ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. അതേപോലെ അതായത് ഇൻവെൻട്രി ഡിസിഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ഏരിയാസിലാണ് നോക്കുക? ഹൗ മച്ച് റോ മെറ്റീരിയൽ ടു ബി ഓർഡേർഡ് പർച്ചേസ്ഡ് ഇൻ ഈച്ച് ലോട്ട്. അതായത് നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് വാങ്ങണം, എത്ര മെറ്റീരിയൽസ് ഓർഡർ ചെയ്യണം, അത്. പിന്നെ ഹൗ മച്ച് സ്റ്റോക്ക് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ടു ബി കെപ്റ്റ് ഇൻ സ്റ്റോർ. അതായത് നമ്മുടെ സ്റ്റോറിൽ എന്ന് പറയുന്നത് പലതരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ മെറ്റീരിയൽസ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ, അതും ക്യൂട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി കളക്റ്റഡ് ഫ്രം ഈച്ച് സോഴ്സ് ഓഫ് സപ്ലൈ ഫോർ ഈച്ച് ഫാക്ടറി സോ ആസ് ടു റെഡ്യൂസ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമ്മൾ ഓരോ സോഴ്സ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആവുന്ന ഏരിയ, അത് ഏതൊക്കെ സോഴ്സ് ഓഫ് സപ്ലൈ എന്ന് ഓരോ ഫാക്ടറികൾക്കുള്ള എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ്. അതായത് ഇൻവെൻട്രി മെയിൻറ്റെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, പർച്ചേസിങ് ആൻഡ് മെയിൻറ്റെയിനിങ്ങുമായി ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ പറയുന്നത് ആരാണ്? ക്യൂട്ടിയാണ്. ഓക്കെ, ആ ക്യൂട്ടിയുടെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെല്ലാം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. നെക്സ്റ്റ്, ഫിനാൻസ് ആണ്. ഫിനാൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജേഴ്സിന് പലതരത്തിലുണ്ടാവുന്ന പല ഡിസിഷൻസ് എടുക്കാൻ ക്യൂട്ടി വളരെ ഉപകാരപ്രദമാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്, പല റിസ്കുകൾ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാനും കാൽക്കുലേഷൻസിലൂടെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ക്യൂട്ടി വളരെ ഹെൽപ്ഫുള്ളാണ്. അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാം, അതേപോലെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മോഡൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് നമുക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ ഹൗ ടു മാനേജ് ഫണ്ട് വെൻ ദർ ഈസ് അൺസർട്ടനിറ്റി ഇൻ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ. അതായത് അൺസർട്ടനിറ്റിയിൽ നമുക്ക് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ആൻഡ് ഇൻഫ്ലോയിലുണ്ടാവുന്ന ഇൻഫ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആ ടൈമിൽ നമ്മുടെ ഫണ്ടിനെ എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ഇതും അതേപോലെ എന്താണ്, ഹൗ ടു പ്രെഡിക്റ്റ് ദ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആൻഡ് സോൾവ് ദ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്രോബ്ലം ഓഫ് ഷോർട്ടേജ് ഓർ സർപ്ലസ് ഓർ ഫണ്ട്. നമ്മുടെ ഓർഗനൈസേഷനിൽ ചിലപ്പം ഷോർട്ടേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫണ്ടിൻ്റെ സർപ്ലസ് ഉണ്ടാവാം, രണ്ടും ഉണ്ടാവാം. രണ്ടും ഒരു പരിധിയിൽ കൂടിയാൽ വളരെ ഡ്രോബാക്സ് ആണുള്ളത്. കാരണം കൂടുതൽ ക്യാഷ് നമ്മൾ ഓർഗനൈസേഷനിൽ ഉണ്ടായിട്ട് നമ്മളത് ഐഡിയലായിട്ട് കിടക്കും. അതായത് ക്യാഷ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ അതിനെ പ്രൊഡക്ഷനിലേക്ക് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കത് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഐഡിയലായിട്ട് കിടക്കുന്നതിനും പാടില്ല, അതേപോലെ നമുക്ക് ആവശ്യമുള്ള അത്ര ഫണ്ട് ഇല്ലാതാവാനും പാടില്ല, അതായത് ഷോർട്ടേജ് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ്, പ്രോബ്ലംസിൻ്റെ
ഇഷ്യൂസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഔട്ട്ഫ്ലോ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ക്യൂട്ടിയുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ ഡിസിഷൻ മേക്കേഴ്സിന് എന്ത് ചെയ്യും, ക്യൂട്ടി ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഫിനാൻസ് എന്ന് പറഞ്ഞ ഏരിയയിൽ ക്യൂട്ടിയുടെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് മാൻ പവർ പ്ലാനിങ് ആൻഡ് ജോബ് അസൈൻമെൻറ്റ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ്, അതാണ് മാൻ പവർ എന്ന് പറയുന്നത്. ദെൻ അവർക്ക് കൊടുക്കുന്ന ജോബ്, ഇതിൻ്റെ ഏരിയാസിലും കൂടി എന്താണ് ക്യൂട്ടി വളരെ അപ്ലിക്കബിൾ ആണ്. നോക്കുക ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഐഡിയൽ പ്രൊപ്പോസിഷൻ ഓഫ് ദി വാരിയസ് കാറ്റഗറീസ് ഓഫ് ദി എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ കാറ്റഗറീസ് ഏതൊക്കെയാണ്, അവരുടെ ഐഡിയൽ പ്രൊപ്പോർഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ എന്തൊക്കെ നോക്കാം, ഹൗ വാരിയസ് ജോബ്സ് ആർ ടു ബി അസൈൻ ടു വാരിയസ് എംപ്ലോയീസ് ആസ് ടു റെഡ്യൂസ് ദ കോസ്റ്റ്. ഏതൊക്കെ ജോബുകളാണ് ഓരോ എംപ്ലോയീസിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, വഴി ഇങ്ങനെയൊക്കെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്യൂട്ടിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ്, വാട്ട് ഈസ് ദ ഒപ്റ്റിമം എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ വാരിയസ് ടൈപ്സ് ഓഫ് മീഡിയ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്കതിനെ മാർക്കറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കുണ്ടാവുന്ന പലതരത്തിൽ എന്തൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കണം, ഓരോ മീഡിയയിൽ പലതരത്തിലുള്ള മീഡിയാസ്, ന്യൂസ് പേപ്പർ ആവാം, ടി വി ആവാം, സോഷ്യൽ മീഡിയ ആവാം, എന്തോ ആവാം. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്കുണ്ടാകുന്ന എന്താണ് ഒപ്റ്റിമം എമൗണ്ട്, ഓരോ മീഡിയാസ് വഴി നമ്മൾ അഡ്വർടൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ഒപ്റ്റിമം എമൗണ്ട് എത്രത്തോളം വേണം അത് മനസ്സിലാക്കാനും, which is the most suitable method of soil promotion technique for each region product category. ഓരോ പ്രൊഡക്റ്റിനും അതേപോലെ ഓരോ റീജിയനൊക്കെ ബേസ് ചെയ്തിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ അതിൻ്റെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ, പിന്നെ ഏതാണ് മോസ്റ്റ് ഐഡിയൽ മാർക്കറ്റ് മിക്സ് ഏതാണെന്ന് മനസ്സിലാക്കാൻ, ഇതൊക്കെ ഫുള്ളാണ് എന്ത് ക്യൂട്ടി ഉണ്ടെങ്കിൽ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഏരിയയിലാണ്. ഹൗ മച്ച് എമൗണ്ട് ഇസ് സ്പെൻഡ് ഇൻ വാരിയസ് റിസർച്ച് ആക്ടിവിറ്റീസ് ബൈ കൺസിഡറിങ് ദ probability ഓഫ് ഇറ്റ് സക്സസ് ആൻഡ് ഇവൻച്വലി പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. പിന്നെ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ ഒരു മെയിൻ ഏരിയ ആണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. എത്രത്തോളം എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പെൻഡ് ചെയ്യേണ്ടി വരും റിസർച്ച് ആക്ടിവിറ്റീസിന്, അതും എങ്ങനെയാണ് പ്രോഫിറ്റബിലിറ്റീനെ എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് എന്ന്, എത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ള പ്രോബബിലിറ്റി കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഫണ്ട് എന്ത് ചെയ്യുന്നത്, അതിലേക്ക് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്. അതും നമുക്ക് ക്യൂട്ടിയുടെ സഹായത്തോടെ, അതായത് കുറേ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റിൽ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്താലാണ് നമുക്ക് ആ ചാൻസ് ഉള്ളത്, അതായത് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അഗ്രികൾച്ചർ which farming activities is the most ideal for each place, time, batch and considering the profit, weather condition, risk, uncertainty, etc. അതായത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച്, കണ്ടീഷൻസ്, റിസ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഫാമിംഗ് ആക്ടിവിറ്റി, മോസ്റ്റ് ഐഡിയൽ ആയിട്ടുള്ള ഫാമിംഗ് ആക്ടിവിറ്റി ഏതാണെന്നൊക്കെ മനസ്സിലാക്കാനും നമുക്ക് എന്ത് ചെയ്യാം, ക്യൂട്ടിയുടെ ഇമ്പോർട്ടൻസ് കൊണ്ട് സഹായിക്കും. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻ ലെവൽസാണ് ക്യൂട്ടിക്ക് ഉള്ളത്. ഓക്കെ, ബിസിനസ്സിൽ ക്യൂട്ടി അപ്ലൈ ചെയ്യുന്ന ഏരിയാസാണ് പറഞ്ഞത്. അപ്പം ക്യൂട്ടി ബിസിനസ്സിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന ബെനിഫിറ്റ് കൂടിയാണ് ഇതെല്ലാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഇത്രയൊക്കെ ഉപകാരം ഉണ്ടെങ്കിലും ലിമിറ്റേഷൻസും ഉണ്ട് എന്ത് ക്യൂട്ടിക്ക്. അപ്പോൾ എന്തൊക്കെയാണ് ക്യൂട്ടീൻ്റെ ലിമിറ്റേഷൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഇൻഹറൻറ്റ് ലിമിറ്റേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. അതായത് നമ്മൾ പലതരത്തിലുള്ള മാത്തമാറ്റിക്കൽ മോഡൽസും ഇക്വേഷൻസും എക്സ്പ്രഷൻസുമാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദി മോഡൽസും എന്താണ്, ബേസ്ഡ് ഓൺ ദി പ്രീ കണ്ടീഷൻസ്, അതായത് മുന്നേ നടന്നിട്ടുള്ള അസംഷൻസിൻ്റെ ബേസിലും കണ്ടീഷൻസിൻ്റെ ബേസിലൊക്കെ ആയിരിക്കും. ഡെറിവേഷൻ, ഇക്വേഷൻ, ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക. അപ്പം നമുക്ക് ഈ അസംഷൻസ് ഒന്നും ഒരിക്കലും ചിലപ്പം കറക്റ്റ് ആവണമെന്ന് കൂടിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ തെറ്റായ ഒരു അസംഷൻ്റെ ബേസിൽ ഡിസിഷൻ എടുക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ഡിസിഷൻ ഫെയിലിയർ ആയിട്ട് വരും. അത് ഒരു ലിമിറ്റേഷനാണ്, ക്യൂട്ടിയുടെ ഒരു ലിമിറ്റേഷനാണെന്ന് പറയാം.
പിന്നെ ഹൈ കോസ്റ്റ് ആർ ഇൻവോൾവ് ഇൻ ദി യൂസ്. പിന്നെ എന്താണ്, കൂടുതൽ കോസ്റ്റ് ഇൻക്വയർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് QT. കാരണം നമുക്കൊരു ഡാറ്റ കളക്ട് ചെയ്യണം, കോസ്റ്റ് ഓഫ് കളക്ടിങ് ആക്യുറേറ്റ് ഡാറ്റ, പിന്നെ ആ ഡാറ്റ പ്രോസസ്സ് ചെയ്യണം, പിന്നെ അതിനെന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഓരോ കോസ്റ്റ് ആസ്പെക്റ്റിൽ നോക്കുമ്പം നമുക്ക് ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഇതെന്താണ്, ഹൈ എക്സ്പെൻസീവ് അല്ലെ ഹൈ കോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പറയാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വൺ, ഡു നോട്ട് കൺസിഡർ ദ ഇൻടാഞ്ചിബിലിറ്റി. ഇൻടാഞ്ചിബിൾ ഐറ്റംസിനൊന്നും ഇത് കൺസിഡർ ചെയ്യില്ല. അതായത് ഇൻടാഞ്ചിബിൾ ഫാക്ടർ, ഓക്കെ, ഇൻടാഞ്ചിബിൾ ഫാക്ടേഴ്സിനെ ഇതെന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല. അതായത് ഓൺലി ന്യൂമറിക്കൽ ഫാക്ടേഴ്സ് മാത്രമാണ് നോക്കുക. നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളെ സ്കില്ല്, നോളേജ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, അവിടെ ഡിസിഷൻ എടുക്കാനും സഹായിക്കുന്നില്ല. അവിടെ ഓൺലി ന്യൂമറിക്കൽ ഫാക്ടേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഡിസിഷൻസൊക്കെ എടുക്കുക. അതുകൊണ്ട് തന്നെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒന്നിനെയും QTയിൽ കൺസിഡർ ചെയ്യില്ല. പിന്നെ നോട്ട് എ കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഇതെന്താണ്, ഒരു ബെറ്റർ ടൂളൊന്നുമല്ല. ഒരു ഓർഗനൈസേഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രൊമനൻറ്റ് ടൂളായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്, എസംഷൻസിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുക. അപ്പം നമുക്ക് പലതരത്തിലുള്ള എസംഷൻസിൽ തെറ്റുണ്ടാകുമ്പം എടുക്കുന്ന ഡിസിഷൻസിലും തെറ്റുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസും ഉണ്ട് QTക്ക്. അപ്പം ബെനിഫിറ്റ് എന്ന് പറയാൻ നമുക്ക് ആപ്ലിക്കേഷൻ, ബിസിനസ് ലെവലിലെ ബെനിഫിറ്റ് എന്ന് പറയാനാണ് ആപ്ലിക്കേഷൻ ഓഫ് QT ഇൻ ബിസിനസ്. അതേപോലെ QTയുടെ ലിമിറ്റേഷനും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ QT കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, QTയുടെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് നെക്സ്റ്റ് ഏരിയാസിൽ നമുക്ക് അതിൻ്റെ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലേക്കാണ് നമ്മൾ പോവുക. പ്രോബ്ലം പേപ്പറാണ്, അപ്പോൾ പ്രോബ്ലംസ് കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഏരിയ ക്ലിയർ ചെയ്തുകൊണ്ട് ക്ലാസ് കേൾക്കുക. താങ്ക് യു.